ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ കൊണ്ട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് പീനട്ടാണ്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി വറുത്ത കടലയാണ് കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സും നമുക്ക് ചേർക്കാം കേട്ടോ. കാഷ്യോ, പീനട്ടോ, ബദാമോ, പിസ്ത ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും പീനട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 10-12 ബദാമും കൂടിയാണ് എടുത്തേക്കുന്നത്. ചില കുട്ടികളൊക്കെ അവൽ നനച്ച് കൊടുത്താൽ കഴിക്കില്ല. അപ്പം അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അവൽ നനയ്ക്കുന്ന ആ ഒരു സംഗതികൾ മാത്രമേ ഇതിനകത്തും ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതലായിട്ടുള്ളത് ഈ നട്ട്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബദാം എടുത്തിട്ടുണ്ട്. 10-12 ബദാമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽത്തിയാണ്, ഇഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്കിപ്പോൾ സ്നാക്സ് ബോക്സിനകത്ത് കൊടുത്തു വിടാമല്ലോ. അതിനൊക്കെ ഇത് കൂട്ടി 2 കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അടിപൊളിയാണ് സാധനം. അപ്പം നമ്മൾ നട്ട്സൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അവൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ അവലൊക്കെ ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് എള്ള്, വെളുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല, കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഞാനൊരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ ശകലം ഒന്ന് തൂളി കൊടുക്കുന്നതേ ഉള്ളൂ. അതിവിടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ജീരകമോ ഏലക്കായോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇനി നമ്മുടെ നട്ട്സൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിയാതെ കുറച്ച് തരിതരിപ്പോട് പൊടിയുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ ഇരുന്നാൽ മതി. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് അവലിട്ട് കൊടുക്കാം. അതും അതുപോലെ തന്നെ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഇതുമുണ്ടോ, ഈ ഒരു രീതിക്ക് ഇരുന്നാൽ മതി കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ശർക്കരക്കകത്തൊക്കെ ഇഷ്ടംപോലെ കല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പോകാനായിട്ട് നന്നായിട്ട് അലിപ്പിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിനകത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെന്നൊന്നും ഇല്ല, ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ച് ഉരുട്ടിയോ പരത്തിയോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി അപ്പോൾ അവൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ നനച്ച് മാത്രം കൊടുക്കാതെ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനെല്ലാം ബോൾ പോലെയാണ് കേട്ടോ എടുത്തത്. ഒരു കുഞ്ഞു ലഡുവിൻ്റെയൊക്കെ ഒരു മുഴുപ്പിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു രീതിക്ക് ഞാനെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോയതുകൊണ്ട് ഞാനൊരു കുറച്ചെടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പൊക്കത്തോട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഇത്. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിക്കോളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.